ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണുന്നത് ക്ലാസ് ഉപയോഗിച്ചിട്ടുള്ള ഒരു C++ പ്രോഗ്രാമാണ്. അപ്പോൾ ക്ലാസ് എന്താണ്, ഓബ്ജക്റ്റ് എന്താണ് എന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിരുന്നു. ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒരു ഓബ്ജക്റ്റ് എങ്ങനെ ഇരിക്കണം എന്ന് ഉള്ള മോഡലാണ് ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ ക്ലാസ്സിനകത്ത് പിന്നെ നമ്മൾ പറഞ്ഞത് ക്ലാസ്സിനകത്ത് രണ്ട് ഏരിയ ഉണ്ട് എന്ന് പറഞ്ഞു. പ്രൈവറ്റ് എന്നും പബ്ലിക് എന്നും പറഞ്ഞിട്ട് രണ്ട് ഏരിയ ഉണ്ട്. ഈ പ്രൈവറ്റ് ഏരിയ ഡേറ്റ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരിക്കലും ഒരു ക്ലാസ്സിൻ്റെ പുറത്ത് നിന്ന് നമുക്ക് പ്രൈവറ്റ് ഏരിയ ആക്സസ് ചെയ്യാൻ പറ്റില്ല. അതിനകത്ത് പബ്ലിക് ഏരിയയിലുള്ള ഫങ്ഷൻസ് ഉപയോഗിച്ച് മാത്രമേ നമുക്ക് പ്രൈവറ്റ് ഏരിയയിൽ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഒരു ക്ലാസ്സിന് എത്ര ഓബ്ജക്ട്സ് വേണമെങ്കിലും ആകാം. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ക്ലാസ്സിൻ്റെ ഇൻട്രഡക്ഷൻ അല്ലെങ്കിൽ ഓപ്സ് കോൺസെപ്റ്റ്സിൽ നമ്മൾ പറഞ്ഞത്. അപ്പോൾ അത് ആ വീഡിയോസ് കണ്ടിട്ടില്ലാത്ത ആൾക്കാർ അത് കണ്ടിട്ട് വേണം ഈ പ്രോഗ്രാമിലേക്ക് കടക്കാൻ. നമുക്കിനി ഈ പ്രോഗ്രാം നോക്കാം. ഇതിനകത്ത് നമ്മൾ ചെയ്യുന്നത് ഒരു സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ഒരു ക്ലാസ് ഉണ്ടാക്കുന്നു. എന്നിട്ട് ആ ക്ലാസ്സിൻ്റെ രണ്ട് ഓബ്ജക്റ്റ് ഉണ്ടാക്കുന്നു. ആ ഓബ്ജക്റ്റ് ഉപയോഗിച്ച് ആ ഒരു കുട്ടിയുടെ പേരും മാർക്കും നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു, അത് ഡിസ്പ്ലേ ചെയ്യുന്നു. ഇതാണ് നമ്മൾ ഈ പ്രോഗ്രാമിൽ മൊത്തത്തിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ പ്രോഗ്രാം വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് അത് ലൈൻ ബൈ ലൈൻ ആയിട്ട് തന്നെ നോക്കാം. ആദ്യത്തെ ഹെഡർ ഫയൽ, അതിനുശേഷം യൂസിങ് നെയിം സ്പേസ് std ഇൻറ്റ് മെയിൻ, അവിടെ മുതൽ നമ്മുടെ പ്രോഗ്രാം തുടങ്ങുന്നു. ആദ്യമായി നമ്മൾ ക്ലാസ് ഡിക്ലെയർ ചെയ്യണം. ക്ലാസ് ഡിക്ലെയർ ചെയ്യുന്നതിന് നമുക്കറിയാം ക്ലാസ് എന്ന കീവേഡ് ഉപയോഗിക്കുക, അതിനുശേഷം ക്ലാസിൻ്റെ പേര് പറയുക. ഇവിടെ നമ്മൾ കൊടുത്തേക്കുന്ന ക്ലാസിൻ്റെ പേര് സ്റ്റുഡൻ്റ് എന്നാണ്, അതുകൊണ്ട് നമ്മൾ ക്ലാസ് സ്റ്റുഡൻ്റ് എന്ന് പറയുന്നു. ക്ലാസ് തുടങ്ങുന്ന സ്ഥലത്ത് നമ്മളൊരു ഓപ്പൺ ബ്രാക്കറ്റ് ഇട്ടിട്ടുണ്ടാവും. ക്ലാസ് അവസാനിക്കുന്ന സ്ഥലത്ത് ഒരു ക്ലോസിംഗ് ബ്രാക്കറ്റും അത് കഴിഞ്ഞൊരു സെമി കോളനും ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ക്ലാസ് സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന ക്ലാസ് ഈ ഓപ്പൺ ബ്രാക്കറ്റിൽ തുടങ്ങുന്നു, ഈ ക്ലോസിംഗ് ബ്രാക്കറ്റിൽ അവസാനിക്കുന്നു. ഇനി ഇതിനിടയിൽ നമ്മൾ രണ്ട് കാര്യങ്ങളാണ്, രണ്ട് ഏരിയയാണ് ഉള്ളത്. ഒന്ന് പ്രൈവറ്റ് ഏരിയ എന്ന് പറയുന്ന ഒരു ഭാഗവും മറ്റത് പബ്ലിക് ഏരിയ എന്ന് പറയുന്ന ഭാഗവും. നമ്മൾ ഈ പ്രൈവറ്റ് ഏരിയയിലാണ് ഈ ക്ലാസ്സിനകത്ത് ഡേറ്റ മെമ്പേഴ്സ് വെച്ചേക്കുന്നത്. ഫങ്ഷൻസ് പബ്ലിക് ഏരിയയിൽ. നമുക്ക് പ്രൈവറ്റ് ഏരിയയിൽ ഫങ്ഷൻസ് വയ്ക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മൾ ഇവിടെ ഇപ്പോൾ ഈ പ്രോഗ്രാമിൽ നമുക്ക് മനസ്സിലാവാൻ വേണ്ടി നമ്മൾ ചെയ്തേക്കുന്നത് ഡേറ്റ മെമ്പേഴ്സ് മാത്രം പ്രൈവറ്റ് ഏരിയയിലും വെച്ചേക്കുന്നു, ഫങ്ഷൻസ് പബ്ലിക് ഏരിയയിലും വെച്ചേക്കുന്നു. ഇവിടെ രണ്ട് ഫങ്ഷൻസാണ് പബ്ലിക് ഏരിയയിലുള്ളത്. ഇനി പ്രൈവറ്റ് ഏരിയയിൽ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അതായത് നമ്മൾ എപ്പോഴും ക്ലാസ് എന്ന് പറയുന്നൊരു മോഡലാണ് എന്നുള്ളൊരു കോൺസെപ്റ്റിൽ എടുക്കുക. അപ്പോൾ ഒരു സ്റ്റുഡൻറ്റ്, ആ സ്റ്റുഡൻറ്റിന് ഒരു പേരും ആ കുട്ടിക്കൊരു മാർക്കും ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പേര് നമുക്ക് എപ്പോഴും സ്റ്റോർ ചെയ്യാൻ വേണ്ടി ക്യാരക്ടർ അറേ ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ട് ക്യാരക്ടർ നെയിം ഓഫ് 20 എന്ന് കൊടുക്കുന്നു. അയാൾക്കുള്ള മാർക്ക് ഇൻറ്റ് മാർക്ക്, ഒരു സംഖ്യയാണ്, ഒരു നമ്പറാണ്, അതുകൊണ്ട് ഇൻറ്റ് മാർക്ക് എന്ന് പറയും. ഇനിയാണ് ഫങ്ഷൻസ്. രണ്ട് ഫങ്ഷൻ നമുക്ക് വാല്യൂ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അക്സെപ്റ്റ് എന്ന് പറയുന്ന ഒരു ഫങ്ഷനും അത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ വേണ്ടി ഡിസ്പ്ലേ എന്ന് പറയുന്ന ഫങ്ഷനും. അക്സെപ്റ്റിനകത്ത് നമ്മൾ സി ഇൻ നെയിം എന്ന് പറഞ്ഞേക്കുന്നു. നമ്മൾ കൊടുക്കുന്ന പേര് നെയിം എന്ന് പറയുന്ന അറേയിലേക്ക് അക്സെപ്റ്റ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കുക, ആ പബ്ലിക് ഏരിയയിലുള്ള ഫങ്ഷനാണ് അക്സെപ്റ്റ് എന്ന് പറയുന്നത്. ആ ഫങ്ഷന് മാത്രമേ ഈ അറേ ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ആ ഫങ്ഷനകത്ത് നെയിം എന്ന് എഴുതിയേക്കുന്നത്. ഇനി അടുത്തത് സി ഇൻ മാർക്ക് എന്ന് പറയുന്നു. ആ മാർക്കും പ്രൈവറ്റ് ഏരിയയിലാണ്. പക്ഷേ ആ പ്രൈവറ്റ് ഏരിയയിലുള്ള ആ ഡേറ്റ മെമ്പറിന് നമുക്ക് ഈ ഫങ്ഷൻ ഉപയോഗിച്ച്, ആ ക്ലാസ്സിനകത്തുള്ള ഫങ്ഷനാണ്, ഫങ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അതിനുശേഷം അത് നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നു. സി ഔട്ട് നെയിം എന്നും /t എന്ന് കൊടുത്താൽ ഒരു സ്പേസ് ഇടും, അതിനുശേഷം മാർക്ക് എന്നും പ്രിൻറ്റ് ചെയ്യും. ഇതാണ് ശരിക്കും ആ ക്ലാസിൻ്റെ സ്ട്രക്ചർ. നമുക്ക് പ്രോഗ്രാം മുമ്പോട്ട് പോകുമ്പോൾ ഒന്ന് ഗ്രാഫിക്കലായിട്ട് അതൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. പക്ഷേ ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്ലാസ് സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ക്ലാസ്സിനകത്ത് നമ്മൾ ഡേറ്റ മെമ്പേഴ്സിനെയും വെച്ചിട്ടുണ്ട്, മെമ്പർ ഫങ്ഷൻസിനെയും വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് എൻക്യാപ്സുലേഷൻ എന്ന് പറഞ്ഞാൽ ഡേറ്റ മെമ്പേഴ്സും മെമ്പർ ഫങ്ഷൻസും ഒറ്റ ഗ്രൂപ്പായി ഇരിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒറ്റ ഗ്രൂപ്പാക്കി നമ്മൾ വെച്ചേക്കുകയാണ്. ഇതാണ് ക്ലാസ്. അതിനുശേഷം ആ ക്ലാസ്സിൻ്റെ രണ്ട് ഓബ്ജക്റ്റുകൾ നമ്മൾ ഉണ്ടാക്കുന്നു. സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ രണ്ട് ഓബ്ജക്റ്റിൽ S1 എന്നും S2 എന്നും പറഞ്ഞിട്ട് നമ്മൾ രണ്ട് ഓബ്ജക്റ്റുകൾ
ഉണ്ടാക്കുന്നു. നമ്മളിവിടെ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം, സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന ഒരു മോഡൽ, ആ മോഡലിനകത്ത് രണ്ട് ഡേറ്റ മെമ്പേഴ്സാണുള്ളത്, ആ സ്റ്റുഡൻറ്റിൻ്റെ പേരും മാർക്കും. ഇനി അതിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ഫങ്ഷൻസ്. ഇതാണ് ക്ലാസ്. ആ ക്ലാസ് ഉപയോഗിച്ച് നമ്മൾ 2 കുട്ടികൾ, അതാണ് 2 ഓബ്ജക്റ്റ് എന്ന് ഉദ്ദേശിച്ചാൽ മതി. അപ്പോൾ S1 എന്നും S2 എന്നും പറഞ്ഞ് 2 കുട്ടികൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് പിക്ചോറിയതായിട്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇങ്ങനെ കാണിക്കാം. ഒന്നാമത്തെ ഓബ്ജക്റ്റിന് S1 എന്ന് പേര് കൊടുക്കുന്നു, നമ്മളിവിടെ S1. രണ്ടാമത്തെ ഓബ്ജക്റ്റ് S2 എന്ന് നമ്മളിവിടെ കാണിച്ചേക്കുന്നു. 2 ഓബ്ജക്റ്റുകൾ. ഈ 2 ഓബ്ജക്റ്റിനും ഈ പറഞ്ഞ എല്ലാ പ്രോപ്പർട്ടീസും ഉണ്ടാവും. അപ്പോൾ ക്ലാസിൻ്റെ ഓബ്ജക്റ്റ് തന്നെ ആയതുകൊണ്ട് ആ ക്ലാസിൻ്റെ ആ മോഡലിലുള്ള എല്ലാ കാര്യങ്ങളും, പേര് നമുക്ക് കൊടുക്കാൻ ഇവിടെ പറ്റും, മാർക്ക് കൊടുക്കാൻ പറ്റും, അതുപോലെ ആ 2 ഫങ്ഷൻസ്. ഇതിൽ നമ്മൾ ആ റെഡ് കളറിൽ കാണിച്ചേക്കുന്ന ഏരിയയാണ് പ്രൈവറ്റ് ഏരിയ, ആ ബ്ലൂ കളറിൽ കാണിച്ചേക്കുന്നതാണ് പബ്ലിക് ഏരിയ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പ്രൈവറ്റ് ഏരിയയിലുള്ള ഡേറ്റ മെമ്പേഴ്സ്, അതായത് നെയിമും മാർക്കും, ഈ 2 കാര്യങ്ങളെയും ഒരിക്കലും ഓബ്ജക്റ്റ് ഉപയോഗിച്ച് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല. കാരണം അത് പ്രൈവറ്റ് ഏരിയയാണ്. ആ പ്രൈവറ്റ് ഏരിയ ഒരിക്കലും നമുക്ക് ഇതിൻ്റെ ഓബ്ജക്റ്റ് ഉപയോഗിച്ച് നേരിട്ട് ആക്സസ് ചെയ്യാൻ പറ്റില്ല. അതായത് നമുക്ക് S1.name എന്ന് പറയാൻ പറ്റില്ല. കാരണം നെയിം എന്ന് പറയുന്നത് പ്രൈവറ്റ് ഏരിയയിലാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പബ്ലിക് ഏരിയയിലുള്ള ഫങ്ഷൻസിനെയോ വേരിയബിൾസിനെയോ നമുക്ക് ആക്സസ് ചെയ്യാം. ഇവിടെ വേരിയബിൾ ഇല്ല പബ്ലിക് ഏരിയയിൽ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പബ്ലിക് ഏരിയയിലെ ഒരു ഫങ്ഷൻ S1.accept എന്ന് വേണമെങ്കിൽ പറയാം. accept എന്ന് പറയുന്ന ഫങ്ഷനാണ്. അപ്പോൾ S1.accept എന്ന് പറഞ്ഞാൽ ആ ഫങ്ഷന് ഈ ഡേറ്റ മെമ്പേഴ്സിനെ ആക്സസ് ചെയ്യാം. അതുപോലെ തന്നെ S1.display എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രൈവറ്റ് ഏരിയയിലെ വേരിയബിൾസിനെ ആക്സസ് ചെയ്യാം. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇതേ കാര്യം S2നും ബാധകമാണ്. സോ S1 എന്ന് പറയുന്ന ഓബ്ജക്റ്റിൽ എന്തൊക്കെയുണ്ടോ അതുപോലെ തന്നെ S2 എന്ന് പറയുന്ന ഓബ്ജക്റ്റിൽ ഉണ്ടാവും. നമുക്ക് വാല്യൂസ് മാത്രം വേറെ വേറെ കൊടുക്കാം. ഇതാണ് അതിൻ്റെ ഒരു നമ്മൾ പിക്ചറായിട്ട് നമ്മൾ അതിനെ കാണിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഇരിക്കും 2 ഓബ്ജക്റ്റുകൾ. നമുക്കിനി പ്രോഗ്രാമിലേക്ക് പോവാം. സ്റ്റുഡൻറ്റ് S1 ആൻഡ് S2. S1ഉം S2ഉം സ്റ്റുഡൻറ്റിൻ്റെ 2 ഓബ്ജക്റ്റുകളാണ്. സി ഔട്ട് എൻ്റർ ദ ഡീറ്റെയിൽസ് ഓഫ് ദ ഫസ്റ്റ് സ്റ്റുഡൻറ്റ്. ആദ്യത്തെ കുട്ടിയുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനാണ്. അപ്പോൾ ഒന്നാമത്തെ കുട്ടിയെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് S1 എന്ന് പറയുന്ന ഓബ്ജക്റ്റ്. അപ്പോൾ നമ്മൾ പറയുന്നു S1.accept. S1.accept എന്ന് പറയുമ്പോൾ S1 എന്ന് പറയുന്ന ഓബ്ജക്റ്റ് accept എന്ന് പറയുന്ന ഫങ്ഷൻ കോൾ ചെയ്യും. ഫങ്ഷൻ കോൾ ചെയ്യാൻ പറ്റും, കാര്യം അത് പബ്ലിക് ഏരിയയിൽ ഇരിക്കുന്നതാണ്. ഉടനെ S1.accept നമ്മൾ ഇവിടെ നോക്കാം. S1.accept എന്ന് പറയുമ്പോൾ ഈ ഫങ്ഷനാണ് കോൾ ചെയ്യുന്നത്. അപ്പോൾ S1 എന്ന് പറയുന്ന ഓബ്ജക്റ്റിനകത്തേക്ക് നമ്മൾ CIN നമ്മൾ കൊടുക്കുന്ന പേര് അതിൻ്റെ നെയിം പാർട്ടിലേക്ക് വരും. ഏത് ഓബ്ജക്റ്റിൻ്റെ S1 എന്ന് പറയുന്ന ഓബ്ജക്റ്റിൻ്റെ നെയിം പാർട്ടിലേക്ക് വരും. നമ്മളിപ്പോൾ കൊടുക്കുന്ന പേര് ബിജു എന്നാണെങ്കിൽ ആ ബിജു എന്ന് പറയുന്ന പേര് ആ നെയിം പാർട്ടിലേക്ക് വരും. ഉടനെ അടുത്തതായിട്ട് നമ്മൾ കൊടുക്കേണ്ട മാർക്കാണ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന മാർക്ക് ആ S1ൻ്റെ മാർക്കിലേക്ക് വരും. S1ൻ്റെ മാർക്കിലേക്ക് വന്നു. സോ ഇതാണ് S1.accept എന്ന് പറയുമ്പോൾ നേരെ അത് ഈ accept എന്ന് പറയുന്ന ഫംഗ്ഷനാണ് വിളിക്കുന്നത്. accept എന്ന് പറയുന്ന ഫംഗ്ഷൻ വിളിക്കുമ്പോൾ അതിൻ്റെ പ്രൈവറ്റ് ഏരിയയിലേക്ക് ഈ ഫംഗ്ഷന് ആക്സസ് ഉണ്ട്. സോ ഫംഗ്ഷൻ അതിൻ്റെ പ്രൈവറ്റ് ഏരിയയിലെ നെയിമിലേക്ക് ബിജു എന്നും അതിൻ്റെ മാർക്ക് പ്രൈവറ്റ് ഏരിയയിലുള്ള മാർക്കിലേക്ക് 80 എന്ന് പറയുന്ന മാർക്കും ആക്സെപ്റ്റ് ചെയ്യും. വീണ്ടും അടുത്തത് സി ഔട്ട് എൻ്റർ ദ ഡീറ്റെയിൽസ് ഓഫ് ദ സെക്കൻഡ് സ്റ്റുഡൻറ്റ്. രണ്ടാമത്തെ കുട്ടിയുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ വീണ്ടും S2 എന്ന് പറയുന്ന ഓബ്ജക്റ്റ് ഉപയോഗിച്ചിട്ടായിരിക്കും കോൾ ചെയ്യുന്നത്. അതേ ഫംഗ്ഷൻ തന്നെ S2.accept എന്ന് പറയും. അപ്പോൾ വീണ്ടും ഇവിടെ തന്നെ വരുന്നത് S2.accept എന്ന് പറയുമ്പോഴും ഇവിടെ തന്നെയാണ് വരുന്നത്. ഇവിടെ ഈ നമ്മുടെ കൊടുക്കുന്ന പേര് S2 എന്ന് പറയുന്ന ഓബ്ജക്റ്റിലേക്കായിരിക്കും പോകുന്നത്. നമുക്കിവിടെ നോക്കാം. S2 എന്ന് പറയുന്ന ഓബ്ജക്റ്റിലേക്ക് അനിൽ എന്ന് പറയുന്ന പേരാണ് നമ്മൾ കൊടുക്കുന്നതെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ S2 എന്ന് പറയുന്ന ഓബ്ജക്റ്റിലേക്ക് അനിൽ വരും. അവിടുത്തെ മാർക്ക് നമ്മൾ 90 എന്നാണ് കൊടുക്കുന്നതെങ്കിൽ 90 എന്ന് S2 എന്ന് പറയുന്ന ഓബ്ജക്റ്റിൻ്റെ മാർക്ക് 90 ആയിട്ട് വരും. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം, 2 ഓബ്ജക്റ്റുകൾ S1 എന്നും S2 എന്ന് പറഞ്ഞിട്ട് 2 ഓബ്ജക്റ്റുകൾ
ഒന്നാമത്തെ ഓബ്ജക്റ്റിൻ്റെ നെയിം പാർട്ടിലേക്ക് ബിജു എന്നും മാർക്ക് പാർട്ടിൽ 80 എന്നും വരും. രണ്ടാമത്തെ ഓബ്ജക്റ്റിൻ്റെ നെയിം പാർട്ടിൽ അനിൽ എന്നും 90 എന്നും വരും. നമ്മൾ കൊടുക്കുന്ന പേര് എന്താണോ അത്. ഇപ്പോൾ നമ്മൾ എക്സാമ്പിളായിട്ടാണ് ബിജു എന്നും അനിൽ എന്നും ഒക്കെ കൊടുത്തത്. ആ പേരുകൾ അതാതിൻ്റെ പ്രൈവറ്റ് ഏരിയയിലേക്കുള്ള വേരിയബിൾസിലേക്ക് പോകും. ഇപ്പോൾ നമ്മുടെ കൈവശം 2 ഓബ്ജക്റ്റുകളുണ്ട്, S1 എന്നും S2 എന്നും. അതിനകത്ത് ഉള്ള വാല്യൂസ് നമ്മൾ ഈ കാണുന്നതാണ് അതിൻ്റെ വാല്യൂസ്. ഇനി നമുക്ക് ഇതൊന്ന് പ്രിൻ്റ് ചെയ്ത് കാണിക്കണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? സി ഔട്ട് ദ ഡീറ്റെയിൽസ് ഓഫ് ദ സ്റ്റുഡൻസ് ആർ, കുട്ടികളുടെ പേര് നമ്മൾ എൻ്റർ ചെയ്ത് എന്തൊക്കെയാണെന്നാണ്. അതിന് നമ്മൾ S1.display എന്നാണ് കൊടുക്കുന്നത്. ഇതിനകത്തുള്ള വാല്യൂ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി ഡിസ്പ്ലേ എന്ന് പറയുന്ന ഫംഗ്ഷനാണ് നമ്മൾ കോൾ ചെയ്യുന്നത്. ഡിസ്പ്ലേ എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മുടെ ക്ലാസ്സിനകത്തുണ്ട്. ഉടനെ അത് എക്സിക്യൂട്ട് ചെയ്യും. സി ഔട്ട് നെയിം S1-നകത്തുള്ള S1 ഉപയോഗിച്ചാണ് നമ്മൾ കോൾ ചെയ്യുന്നതെങ്കിൽ S1-നകത്തുള്ള പേര് പ്രിൻ്റ് ചെയ്യും. അപ്പോൾ ബിജു എന്ന് പ്രിൻ്റ് ചെയ്യും. അതിനുശേഷം /t ഒരു ടാബ് സ്പേസ്, അതിനുശേഷം മാർക്ക് പ്രിൻ്റ് ചെയ്യും. S1-ൻ്റെ മാർക്ക് 80 എന്ന് പ്രിൻ്റ് ചെയ്യും. ചുരുക്കം ബിജു എന്നും ഒരു ടാബ് ഇട്ടതിന് ശേഷം 80 എന്ന മാർക്കും അവിടെ പ്രിൻ്റ് ചെയ്യും. വീണ്ടും തിരിച്ചിവിടെ വരും. സി ഔട്ട് /n ഒരു ലൈൻ താഴേക്ക് വരും. കഴ്സർ ഒരു ലൈൻ താഴേക്ക് വരുന്നു. വീണ്ടും അടുത്ത ഓബ്ജക്റ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ കോൾ ചെയ്യുകയാണ് S2.display. ഉടനെ വീണ്ടും ഈ ഡിസ്പ്ലേ എന്ന് പറയുന്ന ഫംഗ്ഷൻ ആരാണ് അത് ഇൻവോക്ക് ചെയ്യുന്നത്? S2 എന്ന് പറയുന്ന ഓബ്ജക്റ്റാണ്. അത് കാരണം S2-നകത്തുള്ള എന്തൊക്കെയാണോ ആ കാര്യങ്ങളായിരിക്കും പ്രിൻ്റ് ചെയ്യുന്നത്. S2-നകത്തുള്ളത് എന്താ? നെയിം പാർട്ടിൽ എന്താ കിടക്കുന്നത്? അനിൽ എന്നാണ്. അപ്പം നെയിം പാർട്ടിൽ അനിൽ എന്ന് വരും. അതിനുശേഷം ഒരു ടാബ് വരും. അതിനുശേഷം മാർക്കും പ്രിൻ്റ് ചെയ്യും. സോ ഇങ്ങനെ നമ്മൾ 2 ഓബ്ജക്റ്റുകളാണ് ഇവിടെ ഉപയോഗിച്ചത്. ആ 2 ഓബ്ജക്റ്റും സെപ്പറേറ്റ് ആയിട്ട് നെയിമും മാർക്കും അക്സെപ്റ്റ് ചെയ്യുന്നു. അത് രണ്ടും പ്രിൻ്റ് ചെയ്ത് കാണിക്കുകയും ചെയ്യും. സോ ഇങ്ങനെയാണ് നമ്മളൊരു സാമ്പിളായിട്ട് ഒരു ക്ലാസ് ഉപയോഗിച്ച് ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ എങ്ങനെ അതിൻ്റെ ഓബ്ജക്റ്റിനകത്ത് വാല്യൂസ് പോകുന്നു എന്ന് നമ്മളിവിടെ കണ്ടു. നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് കൂടി ഒന്ന് കാണാം. അപ്പോൾ ഔട്ട്പുട്ട് ഇങ്ങനെയായിരിക്കും നമ്മൾ കാണുന്നത്. എൻ്റർ ദ ഡീറ്റെയിൽസ് ഓഫ് ദ ഫസ്റ്റ് സ്റ്റുഡൻറ്റ്. ഒന്നാമത്തെ കുട്ടിയുടെ ഡീറ്റെയിൽസ് നമ്മൾ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യത്തെ പേര് നമുക്ക് ബിജു എന്ന് കൊടുക്കാം. അതിനുശേഷം നമ്മൾ അടുത്ത ആ കുട്ടിയുടെ മാർക്ക് കൊടുക്കുന്നു, 80 എന്ന് കൊടുക്കുന്നു. സോ ഇത് ഒന്നാമത്തെ ഓബ്ജക്റ്റിലേക്കായിരിക്കും പോകുന്നത്. S1 എന്ന് പറയുന്ന ഓബ്ജക്റ്റിൻ്റെ നെയിം പാർട്ടിലേക്ക് ബിജു എന്നും മാർക്ക് പാർട്ടിലേക്ക് 80 എന്നും പോകുന്നു. ഇനി വീണ്ടും നമ്മൾ അടുത്ത ചോദ്യം ചോദിക്കുന്നു, എൻ്റർ ദ ഡീറ്റെയിൽസ് ഓഫ് ദ സെക്കൻഡ് സ്റ്റുഡൻറ്റ്. ഇത് കൊടുത്തതിന് ശേഷം നേരെ S2.acceptലേക്കായിരിക്കും പോകുന്നത്. അപ്പോൾ അവിടെ നമ്മൾ കൊടുക്കുന്ന പേര് അനിൽ എന്നും 90 എന്നും ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ S2-ൻ്റെ നെയിമിലേക്ക് അനിൽ പോവും, S2-ൻ്റെ നെയിമിലേക്ക് അനിൽ എന്ന് പോവും, S2-ൻ്റെ മാർക്കിലേക്ക് 90 എന്നും പോവും. നമുക്ക് നോക്കാം. സോ ദ ഡീറ്റെയിൽസ് ഓഫ് ദ സ്റ്റുഡൻസ് ആർ ബിജു 80, അനിൽ 90 എന്ന് വരും. ഇത് രണ്ടും നമുക്ക് കിട്ടുന്ന എപ്പോഴാണ്? നമ്മൾ S1.display എന്ന് കൊടുക്കുമ്പോൾ ബിജു 80 എന്ന് വരും. S2.display എന്ന് കൊടുക്കുമ്പോൾ അനിൽ 90 എന്ന് വരും. അപ്പോൾ ഇവിടെ നമ്മളെല്ലാം ചെയ്യുന്നത് ആ ഓബ്ജക്റ്റ് ഉപയോഗിച്ചിട്ടാണ്. ഓരോ ഓബ്ജക്റ്റിലും ഇൻഡിവിജ്വലായിട്ട് നമുക്ക് വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ പറ്റും.